നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അത് രണ്ടുപേരും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എപ്പോഴും ഭയങ്കര സ്നേഹത്തോടെ ജിത്തുവിന്റെ ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയും എപ്പോഴും ഭയങ്കര പ്രചോദനം തരികയും ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ലോകത്തിൽ ബാക്കി എല്ലാവരും എന്തെങ്കിലും ഒരു കൺസർവേഷൻ അപ്പൊ ഇവരില്ലേ എന്റെ ഒരു സന്തോഷം പറയും. ആദ്യം ചേച്ചി പറയാൻ പറഞ്ഞു, അപ്പൊ ചേച്ചി തന്നെ സംസാരിച്ചു. ഡാഡി ആക്ച്വലി യൂഷ്വലി എല്ലാ സ്ക്രിപ്റ്റും ഫസ്റ്റ് ഞങ്ങൾക്ക് ആണ് വായിക്കേണ്ടത്. ഡാഡി ഫസ്റ്റ് ആക്ച്വലി ആദ്യം എല്ലാ സ്ക്രിപ്റ്റും ഞങ്ങൾക്കും അമ്മയ്ക്കും വായിക്കാൻ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ടീമിനൊക്കെ കൊടുക്കും. നേരും അതേപോലെ തന്നെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ആക്ച്വലി നേര് ടീമിന് എല്ലാവർക്കും ഞങ്ങൾക്കും വായിക്കാൻ തന്നു. ഞങ്ങൾക്ക് വൺ ലൈനൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് അറിയായിരുന്നു. ക്രിസ്റ്റായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നു. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞങ്ങളെല്ലാം ആക്ച്വലി അത് ഭയങ്കര ഒരു ഇനീഷ്യൽ വേർഷനായിരുന്നു. ഡാഡി പല പ്രാവശ്യം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം എഴുതിയപ്പോൾ ഇവരത് ഭയങ്കര കോടതി എന്ന ആ ഒരു പ്രൊസീജിയറായിട്ട് തന്നെ അവരത് പിടിച്ചെഴുതി വെച്ചത്. പക്ഷെ അപ്പൊ അത് ഭയങ്കര വലുതായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും ആക്ച്വലി ജഡ്ജ്മെന്റ് എവിടേക്കോ തെറ്റി ഇപ്പോൾ മനസ്സിലായി. അന്ന് ഞങ്ങൾ ഇത് കുറെ കുറ്റം പറഞ്ഞു. ഞങ്ങളിത് ഇത് ചെയ്യണോ ചെയ്യണോന്നൊക്കെ ചോദിച്ചു. ശാന്തി ചേച്ചി അവസാനം കരഞ്ഞത് പിന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ വിഷമായിട്ടോ. പക്ഷെ അത് അതായത് ഒരു 10-20 പേര് അവിടെ എന്നിട്ട് പറയാം ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റാണ്, ഇത് ചെയ്യണോ ഡാഡി എന്ന് വെച്ചിട്ട് ഇരുന്ന് ഞാൻ വീട് പോയി. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഡാഡിനെ 2-3 സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെയ്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഫുട്ടേജോ ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. സിനിമ ഫൈനലി ഡാഡി തിയേറ്ററിലിട്ട് കാണിച്ചപ്പോഴാണ് കണ്ടത്. അന്ന് ശരിക്കും ഞങ്ങള് ഓക്കെ ഐ വാസ് ഹാപ്പി ദാറ്റ് വി വർ റോങ്. വി വർ കംപ്ലീറ്റ്ലി റോങ്. ബിക്കോസ് ഓക്കെ ഒബ്വിയസ്ലി ഡാഡി സ്ക്രിപ്റ്റ് വായിച്ച് നമുക്ക് ഡാഡിയുടെ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ കുറെ പറയുമ്പോഴൊക്കെ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് സ്ക്രീൻ വരുമ്പോൾ ബാക്കി എലമെന്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നേരിനെ ഞങ്ങൾ വായിച്ചതിൽ നിന്ന് ഒരു 10 ഇരട്ടിയായിരുന്നു ഞാൻ സ്ക്രീനിൽ കണ്ടത്. ആൻഡ് പെർഫോമൻസസ് ഐ മീൻ ലാൽ സാർ ഇപ്പൊ വർഷങ്ങളായി ഡാഡിയും ലാൽ സാറിനോട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റാമിൽ അസിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കാണുന്നത്. പക്ഷെ ഈവൻ നൗ ഹി ഷോക്സ് ഓൺ സ്ക്രീൻ. എനിക്ക് ഞാൻ ആദ്യം കണ്ടപ്പോൾ ലാൽ സാറിന്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ ലാലേട്ടൻ അല്ലെ ലാൽ സാറിനെ അല്ല അത് കാണുന്നത്, വിജയ് മോഹനെയാണ് കാണുന്നത്. ദാറ്റ് വാസ് അമേസിംഗ്. ആൻഡ് സാറ അനുശ്വര ലൈക്ക് വായിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സാറ ഹാസ് ടു ബി ഗുഡ്. കാരണം സാറ വീണാലെ സ്ക്രിപ്റ്റും ആ സിനിമയും വീഴും. പക്ഷേ ഷീ ഹാസ് ഡൺ ബ്യൂട്ടിഫുള്ളി. ഞാൻ ആക്ച്വലി ആദ്യം ടെക്സ്റ്റ് ചെയ്തത് അനുശ്വരൻ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ എവ്രി വൺ സിദ്ദിഖ് സർ ഈ സാറിനെ ഭയങ്കര ഇഷ്ടം. പക്ഷേ സിനിമയ്ക്ക് എവ്രി വൺ ശങ്കർ എവ്രി വൺ. ഞാനിപ്പോൾ എല്ലാവരും പേരൊന്നും പറയുന്നില്ല. ബട്ട് താങ്ക് യു ആൻഡ് ഐ എം ഹാപ്പി ആൻഡ് ജഗദീഷ് അമ്പി. ബിക്കോസ് മുഹമ്മദിനെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു പെയിനാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം കാത്തി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഓക്കെ ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ തന്നെ കൺസിഡറേഷൻ ഇല്ലാതെ ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മൾ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. എനിക്ക് കാത്തി പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഭയങ്കര ഇരിപ്പുള്ള വരവ് തന്നെ ഉണ്ടായിരുന്നു ആ ഇമോഷൻ കാരണം. ആദ്യം ഞാൻ ഐ തിങ്ക് ലാൽസറിനോട് ഞാൻ താങ്ക് യു പറഞ്ഞു. ബിക്കോസ് ആ ക്യാരക്ടറിനെ ഞാൻ വായിച്ചതിലും എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ആ ഹൈറ്റ്സിൽ ലാൽസർ കൊണ്ടുപോയി. ആൻഡ് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹിം ഫോർ ദാറ്റ്. ഐ സേഡ് താങ്ക് യു ടു ലാൽസർ. ഞാൻ ഡാഡിയോട് അപ്രീസിയേഷൻ പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തു ചോദിച്ചൊരു കാര്യം, ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റും കഥയും വായിച്ചതാണ്. എനിക്ക് സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാശുമുടക്കിയൊക്കെ പേടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആദ്യം പോയി ആന്റണിയോട് ചോദിച്ചു എങ്ങനെ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റും. ബിക്കോസ് വീട്ടിൽ ഇരുന്നും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആന്റണിക്ക് ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ അതിൽ ഡാഡിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ആന്റണി. ബിക്കോസ് ആസ് എ ഡോക്ടർ എനിക്ക് ആ ജഡ്ജ്മെന്റ് ഇല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആന്റണിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊടുത്തപ്പോൾ ഐ വാസ് ആക്ച്വലി വെരി ഹാപ്പി. അതല്ലാതെ ഇനിയിപ്പോൾ മ്യൂസിക് ആണെങ്കിലും സതീശങ്കർ ക്യാമറ ആണെങ്കിലും വിനായകൻ ആണെങ്കിലും അമ്മ കോസ്റ്റ്യൂം ആണെങ്കിലും ലൈക്ക് ഞങ്ങളുടെ എൻറ്റയർ ടീം ഫ്രം സ്ക്രാച്ച് വർക്ക് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. സോ ഐ എം
വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാനിത് പറയേണ്ട ആളല്ല. ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് ഐ ടോൾഡ് ശാന്തി ചേച്ചി ഓൾസോ കുറേ കാലങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദി ഓഡിയൻസ് ഓൾസോ. ഹാപ്പി. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.